BP അല്ലേ, ഇവിടെ ഇത്രയും തിരക്കല്ലേ, നിങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. 10 മണിക്ക് പോയ കുട്ടിക്ക് 1 മണിക്കും BP നോക്കിയിട്ടില്ല. ഇനി എത്ര മണിക്ക് ഇവരതൊന്നും നോക്കുക? കുട്ടീൻ്റെ എല്ലാ കണ്ടീഷനും നോക്കണ്ടേ? ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാന്ന് പറയും ഇങ്ങനെ ചെയ്യാവോ? നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ? അത്ര 1 മണി വരെ എൻ്റെ മോളെ ഒരു ചികിത്സയും കൊടുക്കാണ്ടിട്ട് 2:30 ആയപ്പോൾ വീണ്ടും അവൾക്ക് 1 മണിക്ക് വീണ്ടും ഒരു ഡോക്ടറോട് ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി, സാധാരണ കുട്ടികൾക്ക് രക്തം മാത്രമല്ല യൂറിനും ടെസ്റ്റ് ചെയ്യും, നിങ്ങൾ യൂറിനും ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ബില്ലടിച്ച് വീണ്ടും ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ മോളെടുത്തപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അവളപ്പോഴത്തേക്ക് കൈ കാലൊക്കെ ഒരു ഭയങ്കര വെയിറ്റായി അവളെ, എനിക്ക് പറ്റിയില്ല. എന്നിട്ട് ഞാൻ അവളെ ഒരു ബോധമില്ലാത്ത പോലെയായിരുന്നു ആ കുട്ടി. എന്നിട്ട് ഞാൻ അവളെ തട്ടി വിളിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി യൂറിൻ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷെ പറ്റിയില്ല. അവൾ ബാത്റൂമിൽ കിടന്ന് ഇഴങ്ങി വീഴുന്ന രീതിക്കൊക്കെ ആയിരുന്നു. അവൾക്ക് അവിടെ ശരീരം തളർന്നിട്ടായിരിക്കും. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ വെയിറ്റുള്ള കുട്ടിയെന്നുകൊണ്ട് എനിക്ക് പിടിക്കാനും പറ്റിയില്ല. ആരും ഇല്ലായിരുന്നു എൻ്റെ കൂടെ ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് 2 കാണിക്കുന്ന ചേച്ചിമാരെന്ന് തോന്നുന്നുണ്ട്. അവർ ജസ്റ്റ് പിടിച്ചെന്ന് ബാത്റൂമിൻ്റെ അവിടെ നോക്കി, കുഴപ്പമില്ല കുട്ടിയല്ലേ, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു. വാതിൽ അടയ്ക്കണ്ട, പെട്ടെന്ന് അങ്ങനെ വീണം നിങ്ങൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാവുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ മോള് ഞാൻ എത്ര തട്ടി വിളിച്ചിട്ട് അവൾ ബാത്റൂമിൽ എന്താ ഞാൻ ബാത്റൂമിൽ പോകും മോളെ, ബാത്റൂമിൽ പോകും, നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അവൾക്കൊരു ബോധമില്ല, അവൾക്ക് പറ്റിയില്ല. ഞാൻ എൻ്റെ ശരീരത്തിൽ വെള്ളം ഇല്ലായിട്ടാന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അതിനെ കൊണ്ടുവന്ന് പോയി. എനിക്ക് പറ്റാണ്ടപ്പോൾ ഞാൻ വീൽ ചെയറിനെടുത്ത് അതിലിരുത്തി അവളെ കൊണ്ടുപോയി കിടത്തി. അപ്പോഴും ഇത്രയും ഈ കാഷ്വാലിറ്റി ഡോക്ടർ ഈ നഴ്സുമാരൊക്കെ മുന്നിൽ കൂടെ കാഷ്വാലിറ്റി കൂടി ആ കുട്ടീനെ കൊണ്ടുപോയി കിടത്തുന്നത്. എന്തെങ്കിലും പറ്റിയോ, വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ കുട്ടി, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. എൻ്റെ മോളെ കിടത്തി ഞാൻ അവിടെ. 2:30 ആയി സമയം. 2:30 ആയപ്പോൾ എനിക്ക് വിഷമാവും. കാരണം എൻ്റെ മോളെ എന്തൊക്കെയോ പോലെ വിറയ്ക്കുക കളിക്കുക എന്തൊക്കെയോ ചെയ്യുന്നു. അവിടെ എന്തൊക്കെയോ ഒരു പരസ്പര ബന്ധം ഇല്ലാത്ത രീതിക്ക് എന്തൊക്കെയോ സംസാരിച്ചു എൻ്റെ അടുത്ത്. അതുകൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പത്തിന് ഡോക്ടർ മാറിയിട്ട ഒരു ആൺ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്ത് ഡോക്ടർ എൻ്റെ മോൾ ഒട്ടും അനക്കല്ലേ, ഇത് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്നു എൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു ശരി, കുട്ടിക്ക് ഒട്ടും ക്ഷീണമില്ലെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ഇടാം, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റിനെ ഏൽപ്പിച്ചു. ആ സിസ്റ്ററോട് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മോളെ BP ഒന്ന് നോക്കോ, അത് എന്നെ വഴക്ക് പറഞ്ഞിപ്പോയി. ഗ്ലൂക്കോസ് ഇടാൻ പറഞ്ഞപ്പോൾ അതും വീണ്ടും വഴക്ക് പറയാം എൻ്റെ അടുത്ത്. നിങ്ങൾ ഈ സാധാ സമയം ഗ്ലൂക്കോസ് ഇട് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, അത് 2-3 ഗ്ലാസ് വെള്ളമേ കാണത്തുള്ളൂ, അതിപ്പോൾ ശരീരത്തിൽ കയറി ഒരു കാര്യമില്ല എന്ന് ആ സിസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ ശരിയോ തെറ്റോ എന്നുള്ളത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അത്രയും നടക്കാൻ വയ്യാത്ത ഒരു കുട്ടിയല്ലേ, 2-3 ഗ്ലാസ് വെള്ളം കുട്ടീൻ്റെ ശരീരത്തിൽ കയറി അത്രയും ആ കുട്ടി ഒന്ന് എഴുന്നേക്കല്ലോ എന്ന് എൻ്റെ ചിന്ത വന്നത്. ഞാൻ ശരി നിങ്ങളൊന്ന് ഇടുമെന്ന് പറഞ്ഞു. അത്രയും അവരോട് സംസാരിച്ച് വഴക്ക് കൂടെ പോലെ 2 മിനിറ്റ് സംസാരിച്ച് എന്നിട്ട് അവരൊന്ന് ഇട്ട് തന്നത്.